ദൈവത്തിന് മഹത്വം. പവർക്കാടെന്ന മൂന്നാമത്തെ ഗ്രാമം ഞങ്ങളെ കവർ ചെയ്തു. അതിനുശേഷമായിട്ട് ഒരു ചെറിയ മരം, എന്ത് മരമാണെന്നൊരു പിടിയില്ല, പക്ഷേ ഒരു 75 വർഷം പഴക്കമുണ്ടാകും. അത്രയും ഒരു വടവൃക്ഷം. അതിൻ്റെ നിഴലിൽ ഞങ്ങൾ വിശ്രമിക്കാനും അല്പസമയം ഭക്ഷണം കഴിക്കുവാനുള്ള സമയം വേർതിരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഭക്ഷണം കഴിക്കുന്ന ധൃതിയിലാണ്. ഒരു കാറും 5-8 ബൈക്കും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് കൊള്ളി ഹിൽസിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വളരെ ഉത്സാഹത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും ട്രാക്റ്റുകൾ കൊടുക്കുകയും പലരോടും സുവിശേഷം അറിയിക്കുകയും പല സഹോദരികളോട് വേണ്ടി ഞങ്ങളുടെ സഹോദരിമാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വളരെ അനുഗ്രഹമായി, വളരെ അനുഗ്രഹമായ ഒരു മിനിസ്ട്രിയാണ് ഇന്ന് പകൽക്കാലത്തിൽ ദൈവകൃപയാൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിലെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ മാസത്തെ ശുശ്രൂഷ, ഗ്രാമീണ ശുശ്രൂഷ ഇന്ന് അവസാനിക്കുന്നു. ഇനി അടുത്ത മാസം BBS പ്രോഗ്രാമൊക്കെ നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടുന്ന മുഖാന്തരങ്ങൾ സർവശക്തനായ ദൈവം തുറക്കണം. സർവേശ്വരനായ ദൈവം അതിനുള്ള സാമ്പത്തിക വഴികൾ, അതിൻ്റെ മുഖാന്തരങ്ങൾ, കുഞ്ഞുങ്ങളെ ക്ലാസ്സൊക്കെ എടുക്കുവാനുള്ള അധ്യാപകന്മാർ ഒക്കെ ക്രമീകരിക്കേണ്ട ഒരു സാഹചര്യം ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഈ ദേശത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ചെയ്ത മിനിസ്ട്രിയുടെ സാക്ഷ്യം ഓരോരുത്തരായി പ്രസ്താവിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. നാളെ ഉയർപ്പിൻ സൺഡേ ആണ്, ഞായറാഴ്ച. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയും സഭയിലെ വിശ്വാസികളും പ്രിയപ്പെട്ടവരുമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഈ സഹോദരങ്ങളൊക്കെ നാളത്തെ ആത്മീക ശുശ്രൂഷകരായി തീരണം. അവരെ കൊണ്ട് തന്നെയാണ് മെസ്സേജൊക്കെ ചെയ്യിപ്പിക്കുകയും പാട്ടുകൾ പാടുകയും സുവിശേഷം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീക ഹെൽത്തി അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.